ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ വാസ് മൈ പ്ലസ് വൺ എന്നുള്ളതാണ്. എൻ്റെ പ്ലസ് വൺ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗേറ്റോടെയൊക്കെ കിട്ടിയിട്ട് നിൽക്കില്ലേ. അപ്പോൾ ഗേറ്റോടെ കിട്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഈ ട്രെയിൻ ഇങ്ങനെ പോവും. അതുപോലെയായിരുന്നു എൻ്റെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്ലസ് വൺ അങ്ങനെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 10th കഴിഞ്ഞ് ഞാൻ പുതിയ സ്കൂളിലായിരുന്നു. 10th പഠിച്ച സ്കൂളിലല്ല ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്നത്, വേറെ സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ പുതിയ ഫ്രണ്ട്സ്, പുതിയ അറ്റ്മോസ്ഫിയർ, എല്ലാം പുതിയ ടീച്ചേഴ്സ്, എല്ലാം പുതിയതായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാനായിട്ട് എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് എനിക്ക് പ്ലസ് വണ്ണിൽ ചെന്ന ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യുന്നു. പിന്നെ അങ്ങനെ പഠിപ്പ് എന്ന് നല്ലതിലധികം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം 10th നമ്മൾ പഠിച്ച് ക്ഷീണിച്ചിട്ടാണ് പ്ലസ് വണ്ണിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പറ്റാവുന്ന രീതിയിലൊക്കെ അത് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളൂ. അല്ലാണ്ടൊന്നും അങ്ങനെ ഡെയിലി ടൈം ടേബിളൊക്കെ ഒന്നും വെച്ച് ഞാൻ പഠിച്ചിട്ടില്ല. എന്നേ വരെ ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ എക്സാമിൻ്റെ സമയത്ത് പഠിക്കും. പിന്നെ അതുപോലെ യൂട്യൂബ് വീഡിയോസും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. ഈവൻ പബ്ലിക് എക്സാമിന് വരെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റഡി ലീവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് കറക്റ്റായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. പക്ഷേ എന്നാലും പരീക്ഷ സമയത്ത് ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ റിസൾട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് ഞാനെടുത്ത സ്ട്രീമിനെ കുറിച്ചാണ്. ഞാൻ ബയോമാക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഹ്യൂമാനിറ്റീസും കൊമേഴ്സിനോടൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതും താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അതല്ലേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് വേണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ബയോമാക്സിലേക്ക് എത്തി വരുന്നത്. ആൻഡ് ഇതെടുത്തതിന് ശേഷം ഞാൻ 10th CBSE ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10th CBSE പഠിച്ചിട്ട് പ്ലസ് വണ്ണിലേക്ക് സ്റ്റേറ്റിലോട്ട് മാറിയപ്പോൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഓരോ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. 10th വരെ നമ്മൾ പഠിച്ച പോലെയല്ലല്ലോ. പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട്. പക്ഷേ CBSE പഠിച്ച കാരണം അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇനി ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് വരുന്നത് ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷും മലയാളവും. അത് രണ്ടും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊന്നും പറയാനില്ല. രണ്ടും നല്ല ഈസി സബ്ജക്റ്റ്സ് തന്നെയാണ്. മറ്റ് സബ്ജക്റ്റുകളാണ് ഇനി ഇതിലെ സംഭവങ്ങൾ എന്ന് പറയാനായിട്ടുള്ളത്. അത് നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പറയാം. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ പ്ലസ് വൺ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻസ് ആയിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കുക. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു 10th. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തരുടെയും ഡിഫിക്കൽട്ടി ലെവലും ചിലർക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഓരോ സബ്ജക്റ്റ്. അതൊക്കെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എൻ്റേതാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മാത്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് എന്താണായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ പറയുകയാണ്. മാത്സ് എനിക്ക് കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു പ്ലസ് വണ്ണിൽ. പ്ലസ് ടുവിൽ നല്ല ഡിഫിക്കൽട്ടാണ്. പല വീഡിയോസ് കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പ്ലസ് വണ്ണിൽ എനിക്ക് നല്ല ഈസി ആയിരുന്നു മാത്സ്. വലിയൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. സെറ്റും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രി, അതുപോലെ അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സാണ് അത്. പിന്നെ സ്റ്റാറ്റ് വരുന്നുണ്ട്, പിന്നെ പ്രോബബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഈസി ചാപ്റ്റേഴ്സ് തന്നെയായിരുന്നു. അങ്ങനെ ഡിഫിക്കൽട്ടി ആയിട്ട് ആകെ എനിക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് മാത്രമാണ് കുറച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത്. ആ ചാപ്റ്റർ ആയിരുന്നു. അത് ഞാൻ ഹാഫ് പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, ഫുള്ളൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് വൺ മാത്സ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് PYQs ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറയാനായിട്ട് ഇപ്രാവശ്യത്തെ പ്ലസ് വൺ മാത്സ് നല്ല ഈസി ആയിരുന്നു. അതുകൊണ്ടിട്ടും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വരാൻ പോണ പ്ലസ് വൺ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ എത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പ്ലസ് വൺ എക്സാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എത്ര മാർക്ക് കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ എക്സാം ഈസി ആയിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പ്ലസ് വണ്ണിൽ നമുക്ക് ക്രിസ്മസ് എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു പ്ലസ് വൺ മാത്സിൻ്റെ. പക്ഷെ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ എക്സാമിൽ നല്ല ഈസി ആയിട്ട് തന്നെയായിരുന്നു പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ ഷെയർ ചെയ്യണത് കെമിസ്ട്രീനെ കുറിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടമില്ല. സത്യം പറയാമല്ലോ, എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് എക്സാമിൻ്റെ സമയത്ത് മാത്രമായിരുന്നു ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ഒന്നും പഠിച്ചിട്ടില്ല. സൈലത്തിലെ ക്ലാസ്സും കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്, മാധവ് സാറിൻ്റെ. അതും ഞാൻ പകുതി ക്ലാസ് ശ്രദ്ധിക്കും, പകുതി ആളെ കോമഡിയൊക്കെ കേട്ടിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കാൻ കുറച്ചെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് എക്സാമിൻ്റെ സമയത്ത്.
പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും +1 കെമിസ്ട്രി ഇപ്രാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. +2ൻ്റെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ എന്നാലും ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ മാർക്ക് ഇട്ട് തരുമെന്നാണ് പ്രതീക്ഷ. എനിക്കറിയില്ല. എനിക്ക് മാർക്ക് കുറയാൻ സാധ്യത എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയാണ്. കാരണം ഞാൻ പഠിക്കലും കുറവാണ്. എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അത് കാരണം മാർക്ക് കുറയാൻ സാധ്യത അതാണ്. പിന്നെ ചാപ്റ്റേഴ്സൊന്നും വലിയ കുഴപ്പമില്ല. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വന്നപ്പോഴാണ് ബുദ്ധിമുട്ടായതും. പിന്നെ അതിന് മുന്നത്തൊന്നും ഞാൻ അധികം മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ പഠിക്കാൻ നിന്നു. ഓർഗാനിക്കൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പകുതിയൊക്കെ വെച്ചിട്ടാണ് പഠിച്ചത്. അതായത് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞ് പഠിച്ചു പോയി. പക്ഷെ അവർ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിക്കുന്നവർക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എനിക്കും. ഞങ്ങൾക്ക് +1 9 ചാപ്റ്റർ ഉള്ളൂ കേട്ടോ കെമിസ്ട്രി. പക്ഷേ ഫിസിക്സ് ആണെങ്കിൽ 14 ചാപ്റ്റർ വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഫിസിക്സ് പഠിക്കാനാണ് ഇഷ്ടം. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ഒന്നാമത് ആ എടുക്കുന്ന ടീച്ചർ എടുക്കുന്ന അങ്ങനെ മനസ്സിലാവാറില്ല കെമിസ്ട്രി. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ താല്പര്യമില്ലാത്തത്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അത് കാരണം ഈ കെമിസ്ട്രി 9 ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം 14 ചാപ്റ്ററുള്ള ഫിസിക്സ് പഠിക്കാനായിട്ടാണ്. പക്ഷേ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ 9 ചാപ്റ്റർ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും. ഈ ഓർഗാനിക്കും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഫിസിക്സിനെ കുറിച്ച് പറയാം. ഫിസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കെമിസ്ട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്, അല്ലാണ്ട് എനിക്ക് ഫിസിക്സ് ഇഷ്ടമല്ല. അപ്പോൾ എന്നാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഫിസിക്സിൽ അത്യാവശ്യം പ്രോബ്ലംസ് ഉണ്ട്, തിയറി ഉണ്ട്, കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൽ പിന്നെയും പറയുന്നതിൽ ഒരു ലോജിക്ക് ഉണ്ട്. കെമിസ്ട്രി ആ സൊല്യൂഷൻ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവണമില്ല. ലാബിലും കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ലാബില്ലായിരുന്നു, ഈ വർഷം തൊട്ട് ലാബുണ്ട്. അപ്പോൾ എനിക്കൊന്നും പറയുന്നത് മനസ്സിലാവില്ല. എന്താണ്, എങ്ങനെയാണ്, പദം വരും അത് വരും ഒന്നും മനസ്സിലാവില്ല പറയുന്നത്. ഫിസിക്സും പിന്നെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഗ്രാവിറ്റേഷൻ്റെ ചാപ്റ്റർ ആയിക്കോട്ടെ, വേവ്സ്, അത് പിന്നെ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഇതാണ് ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് ആയിരുന്നത്. 14 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കതിൽ ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ ആയിരുന്നു കൈനറ്റിക് തിയറി. അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് ഫിസിക്സിൽ, കുറച്ച് വെറുപ്പിക്കലായിരുന്നു. ഓസിലേഷൻസും വേവ്സൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കൈനറ്റിക് തിയറി എനിക്കിഷ്ടമല്ല. തെർമോഡൈനാമിക്സ് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഫിസിക്സ് ഇപ്രാവശ്യത്തെ എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കെമിസ്ട്രീനേക്കാളൊക്കെ എളുപ്പമായിരുന്നു, നല്ല എളുപ്പമായിരുന്നു. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയിൽ 2 സംഭവങ്ങളുണ്ട്. സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. അതിൽ എനിക്ക് സുവോളജി കുഴപ്പമില്ല, ബോട്ടണി എനിക്കിഷ്ടമല്ല. കാരണം ബോട്ടണി പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. മറ്റേത് ആനിമൽസ് നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ട്, ആനിമൽസും അതൊക്കെയുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് പറയണ പകുതി പ്ലാന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഇതൊക്കെ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ബോട്ടണി പഠിക്കാൻ. സുവോളജി പിന്നെ നമുക്ക് മനസ്സിലാവും, ടെക്സ്റ്റ് ബുക്കും മനസ്സിലാവും, പറയണതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ബോട്ടണി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ പാർട്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ചില വായിക്കൊള്ളാത്ത പേര്, അത് സുവോളജിയിലുണ്ട് കേട്ടോ. ആനിമൽ കിങ്ഡത്തിലുള്ള ചാപ്റ്ററിൽ കുറേ കിങ്ഡങ്ങളും ഇതൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ ബോട്ടണിയിലുണ്ട് കേട്ടോ. പ്ലാന്റ് കിങ്ഡും ഉണ്ട്, ആനിമൽ കിങ്ഡും ഉണ്ട്. അങ്ങനെ കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ടായിരുന്നു ഈ ബയോളജിയിൽ. അതിലെ ഓരോ ടേംസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ അത്രയും പഠിക്കുന്നവർക്കൊക്കെ ഓക്കെയാണ്. നമ്മൾ ഈ വല്ലപ്പോഴും വായിക്കുന്നവർക്ക് ആ ടേംസൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മുന്നേ എപ്പോഴും റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ബയോളജി എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. സുവോളജിയാണ് കമ്പാരേറ്റീവ്ലി എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്. ബോട്ടണി കുറച്ച് വെറുപ്പിക്കലാണ്. അവസാനത്തെ ചാപ്റ്ററൊക്കെ ആകുമ്പോൾ പ്ലാന്റ്സിൻ്റെ എന്തോ ഇതൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. കറക്റ്റ് ഓർമ്മയില്ല എനിക്ക്, ഞാൻ മറന്നുപോയി. കാരണം ബോട്ടണി ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചിട്ടില്ല. സുവോളജിയാണ് ഞാൻ പിന്നെയും പഠിക്കാറുള്ളത്. ഇനി +1 എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റും എൻ്റെ ഫേവറേറ്റ് അല്ലാത്ത സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. ഫേവറേറ്റ് സബ്ജക്റ്റിൽ ഞാൻ ഫസ്റ്റ് പറയാം മാത്സ് ആണ്, പിന്നെ ഫിസിക്സ്, പിന്നെ മലയാളം, ഇംഗ്ലീഷ്. ഞാൻ മലയാളമായിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഫസ്റ്റ് ഞാൻ പറയും കെമിസ്ട്രി. സെക്കൻഡ് ഞാൻ ബയോളജിയാണ് പറയാം. ബയോളജിയിൽ എനിക്ക് സുവോളജി കുഴപ്പമില്ല, ബോട്ടണി എനിക്കിഷ്ടമല്ല. പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് +1 കെമിസ്ട്രിയും അതുപോലെ തന്നെ ബോട്ടണി ആയിരുന്നു. ഇനിയിപ്പോൾ അറിയില്ല മാർക്കൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ലാംഗ്വേജ് കുഴപ്പമുണ്ടായിരുന്നില്ല. ലാംഗ്വേജ് നമുക്ക് വീക്കെൻഡിൽ പഠിച്ചാലും എക്സാമിന് സമയത്ത് പഠിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് അത്യാവശ്യം കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ മറ്റ് സബ്ജക്ട്സ് ആണ് ബുദ്ധിമുട്ട്. ഈ ഫിസിക്സൊക്കെ കുറേ ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്സ് നമ്മൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഹോംവർക്ക് വല്ലതും പറയുകയാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ എക്സാമിന് സമയത്തൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. മാത്സ് അത്ര ഈസിയാണ്. ഫിസിക്സും നമുക്ക് തിയറി കുറച്ചേ പഠിക്കാനുള്ളൂ, കൂടുതലും ഡെറിവേഷൻസും പ്രോബ്ലംസൊക്കെയാണ് വരുന്നത്. പിന്നെ ലോകൾ ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ എഴുതും വേണം, എന്നാലാണ് കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ.
ഫിസിക്സിൽ ഞാൻ തെർമോഡൈനാമിക്സിൽ ഇതൊരു ലോ ചോദിച്ചു. അപ്പോൾ ഞാൻ കെമിസ്ട്രിയിലും നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കാണ്ട് ഫിസിക്സിലും ഉണ്ട്. അങ്ങനെ ഞാൻ കെമിസ്ട്രിയിലത്തെയാണ് കുറച്ച് തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോ കെമിസ്ട്രിയിലായിരുന്നു ഈസി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫിസിക്സിൽ എഴുതി വെച്ച് മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടില്ല. ഫിസിക്സിലെ ലോ അതുപോലെ തന്നെ നമ്മൾ എഴുതണം. എല്ലാ ലോസും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചെഴുതിയാലാണ് മാർക്ക് കിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയായിരുന്നു മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു, പക്ഷേ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഫിസിക്സിൽ പിന്നെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക, ചെയ്തിട്ട് പഠിക്കുക. നമ്മളിങ്ങനെ നോക്കും, അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടുന്നത്, പക്ഷേ വെറുതെയാണ്. എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ആലോചിക്കുമ്പോഴാണ് ഈശ്വര അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഓർമ്മയില്ല. ആ പേജും എല്ലാം ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കിട്ടാണ്ട് വരുമ്പോണ്ടല്ലോ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഡെറിവേഷൻസ് ഒക്കെ കൂടുതലായിട്ടും എഴുതി പഠിക്കുക തന്നെയായിരിക്കും നല്ലതുണ്ടാവുക. അതുപോലെ മാത്സിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. കെമിസ്ട്രി കൂടുതലും എനിക്ക് തോന്നുന്നത് തിയറി ആയിട്ട് കുറച്ചുണ്ട്. പിന്നെ ബയോളജി എന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ ടേംസ് ഒന്നും കിട്ടാതെ വരും. കാരണം ഈ സുവോളജിയിൽ പല ടേംസുകളുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് തന്നെയാണുള്ളത്. പിന്നെ ബോട്ടണിയിലും ഈ പ്ലാന്റ്സിൻ്റെ അതും ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഓരോ സബ്ജക്റ്റായിട്ടും സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ അടുത്ത് തന്നെ നമ്മളത് വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.